ഇത്തവണ ഒരു സിനിമയാണ്. ഈയിടെ കോഴിക്കോട്ട് നടന്ന കുട്ടികളുടെ ചലച്ചിത്രോത്സവത്തിൽ 138 സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. കുട്ടികൾ നിർമ്മിച്ചവയും കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചവയുമായ സിനിമകൾ. നമ്മുടെ വിദ്യാലയങ്ങളിൽ ചലച്ചിത്ര നിർമ്മാണം ഉത്സാഹപൂർവ്വം നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. ഈ സിനിമകളിൽ മിക്കവയും ആവിഷ്കാര ഭംഗിയിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇവയിൽ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത സിനിമയാണ് പറഞ്ഞില്ല കേട്ടുവോ. മാളു ഒരു തല്ലേക്ക് എനിക്കും താടി. മാളു നീയായിരുന്നപ്പോ ഞാനങ്ങ് പേടിച്ചോ ഇല്ലേ? സമപ്രായക്കാരായ 3 കൂട്ടുകാരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. മാളുവും അപ്പുവും നൂറുവും. ഒരു വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് മടങ്ങുമ്പോൾ മാളുവിന് ഒരു മൊബൈൽ ഫോൺ വീണുകിട്ടി. അവളത് കുന്നിൻ മുകളിലെ പാറക്കല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് കൂട്ടുകാരെ കാണിച്ചു. ഞാനേ വാപ്പച്ച് കാണാണ്ട് മുങ്ങിയതാ. എവിടാ പ്രസാനം? ഇത് ഗംഭീര സാധനാന്നല്ലോ. ഒരു മൊബൈൽ കൊണ്ടിട്ടിന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ലോക്കലായിക്കൊന്ന്. ഇതെങ്ങനെയാ പോണാക്ക? അത് ശരി, നിനക്കറിയത് പറഞ്ഞാലേ നിന്നെ വിളിച്ചത്. നീ നിന്റെ ബാപ്പാന്റെ ഫോണിൽ കളിക്കാറുണ്ട് പറഞ്ഞതോ? നീ പുളുവിട്ടതാലേ. ഓടാ, അത് ഗെയിം. എന്റെ വാപ്പാന്റെ ഫോണില് ഇവിടെ എങ്ങനെ അമർത്തി പിടിച്ചാലോണോ? എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേട്ടന് ആരുടെയോ ഒരു ഫോൺ വീണ് വീട്ടിയിരുന്നു. പിറ്റേന്ന് അവിടെ പോലീസ് വന്ന് ആ ചേട്ടനെ പിടിച്ചോണ്ടുപോയി. ഞങ്ങൾക്ക് അതാ 100 പേടി. നമ്മളെ പിടിക്കോ പോലീസ്? ഏയ്, ഇതോണാക്കാണ്ട് ഒരാഴ്ച വെച്ചാ മയ്യപ്പോ. ജലാപ്പാന്റെ ഫ്രണ്ടിന് ഒരു ഫോൺ മുന്നിട്ടിട്ട് ഓണാക്കാണ്ട് ഒരാഴ്ച വെച്ച് എന്നിട്ട് അങ്ങ് വിറ്റാണ്. ഓനെന്റെ വാപ്പാനോട് പറയുന്നത് ഞാൻ കേട്ടതാ. നമുക്ക് വേണേ ഇതോണാക്കാണ്ട് ഒരാഴ്ച വെക്കാം. പക്ഷെ മാഷ് പറഞ്ഞെങ്കിൽ എന്തും വീണ് കിട്ടിയ ഹെഡ് മാസ്റ്റർ അടുത്ത് കൊടുക്കണോന്ന്. അതിനൊന്നും നാളെ സ്കൂളില്ലല്ലോ. സ്കൂളിലെ വയന്ന് വീണിട്ടിയ മൊബൈലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇവിടെ തന്നെ വെച്ചേക്ക്. ജുമ്മള മാത്രം സീക്രട്ട് സ്ഥലല്ലേ. എന്നിട്ട് തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോ രാവിലെ എടുത്താൽ മതി. അപ്പു ശരിക്കും വെച്ചോ? അതൊക്കെ മതിയപ്പോ. വാ, എന്നെ വാപ്പച്ച് നോക്കിയെടുക്കുന്നുണ്ടാവും. മാളുവിന്റെ മദ്യപനായ അച്ഛൻ ദിവസവും വീട്ടിൽ വഴക്കാണ്. ഫോൺ വീട്ടിൽ കൊണ്ടുവന്ന ദിവസം രാത്രി മാളു മൊബൈൽ അമ്മാവനുമായി ആരും അറിയാതെ സംസാരിച്ചു. ഇത് മാളുവാ.
ഇതാരാ? ഹലോ, ഇതാരാ? ആ, മാളു ശരിക്കും പറ, ആരാ വിളിച്ചത്? പേര് മൊബൈൽ അങ്കിൾ. പൂളു. മാളു നീ സത്യം പറ. സത്യപ്പു എന്നാ പറ, ആ മൊബൈൽ അങ്കിൾ നിന്നോട് എന്തൊക്കെ ചോദിച്ചു? എന്നോട് എന്തിനാ മാളു നീ കരയുന്നെന്ന് ചോദിച്ചു. അപ്പൻ ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടോ? എന്നിട്ട് എന്നിട്ടോ മാളു? എന്നിട്ട് മൊബൈൽ അങ്കിൾ ഒരു സൂത്രം പറഞ്ഞു തന്നു. സൂത്രമോ? എന്ത് സൂത്രം? ഒരു സൂത്രം. എന്റെ ഈ ചിലങ്ക കണ്ട് മോഹിച്ച് ഞാൻ എഴുതിയ കവിതകൾക്ക് കണക്കില്ല. ഞാനിപ്പോ ഒരു വരി കവിത എഴുതിയിട്ട് മാസങ്ങളായി. നിനക്കെന്റെ ജോസാറിന്റെ കൂടെ പോകാൻ വയ്യെങ്കി ഇനി നീ ഒരിക്കലും നൃത്തം ചെയ്യണ്ടേ. കത്തിക്കും ഞാനെല്ലാം. കത്തിക്കും ഞാനെല്ലാം. അവളുടെ ചിലങ്ക നൃത്തം. താതേ താതേ തിത്തിത്തേ താതേ 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 തിത്തിത്തേ താതേ 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 തിത്തിത്തേ എന്റെ സുന്ദരിക്കുട്ടി. അച്ഛനെ അമ്മയെ തല്ലണ്ട. അമ്മ പാവല്ലേ. ഞാൻ വലുതാവുമ്പോ അച്ഛന്റെ ജോസാറിന്റെ അടുത്ത് പോയി എത്ര വേണമെങ്കിലും നൃത്തം കളിക്കാം. എന്നിട്ട് ജോസാർ തരുന്ന പണം മുഴുവനും ഞാൻ അച്ഛന് കൊണ്ടു തരാട്ടോ. അമ്മേ അച്ഛാ, ചേട്ടൻ നിന്ന് സ്കൂളിൽ നിന്ന് ഒരു സമ്മാനം കിട്ടി. എന്തിനാ? തല്ലുകൂടിയതിനാണോ? കവിത ചൊല്ലിട്ട്. ചേട്ടനാ സ്കൂൾ ഫസ്റ്റ്. എന്ത് കവിതയാടാ നീ ചൊല്ലിയത്? മാളോ, ഓനോട് ചൊല്ലാൻ പറ. ഏട്ടാ വാ, വാ ഏട്ടാ വാ. പ്രശസ്ത കവി ശ്രീ ഗിരി വാതുരശ്ശേരിയുടെ കനിവുള്ള കാക്ക എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. മധുരമായി പാടുന്ന പാട്ടുകാരിക്കുയിൽ ഒരു ദിനം കാകന്റെ കൂട്ടിലെത്തി. ചെറുചുള്ളിയും ചകിരിനാരും പരുത്തിയും ഒരുമിച്ചു ചേർത്തു. ചതിവാണു ചെയ്യുന്നതെങ്കിലും മറ്റാരുമറിയാതെ കോയിലമ്മ മുട്ടയിട്ടു. അച്ഛൻ ഇതുവരെ നിനക്കൊരു സമ്മാനവും വാങ്ങി തന്നില്ലല്ലോ മോനെ. അച്ഛൻ ഇപ്പം വരാം. മാളുവോ, നിന്റെ ചിത്രം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
സത്യാന്നോ മാളു? സത്യ അപ്പു, ഈ മൊബൈലാണേ സത്യം. എന്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക. ചേച്ചിക്കാണ് എപ്പോഴും ഫോൺ വിളിയാ. എന്താ ഒരു വഴി? നമുക്ക് മൊബൈൽ അങ്കിളോട് ചോദിച്ചാലോ മാളു? അതിനെങ്ങനെ വിളിക്ക? മൊബൈൽ അങ്കിളെ, എനിക്ക് മൊബൈൽ അങ്കിളോട് കൊറേ കാര്യം പറയാനുണ്ട്. മാളുവിനോട് പറഞ്ഞ പോലെ ഒരു സൂത്രം എനിക്കും പറഞ്ഞതാ. അതിനെന്താ ഒരു വഴി?